Meet Pramila, a girl with veiled vision. She started her life from Charumud near Kamkulam in Alipi district. The first turning point in her life was her parents' decision to send her to a normal school. Special school കൊണ്ടുപോകാനെല്ലാം തയ്യാറായതാ. ഉടനെ അവിടെ അച്ഛൻ പറഞ്ഞ് വളർത്താൻ വയ്യാത്തതുകൊണ്ട് കൊണ്ട് കളയുവാന്ന്. അങ്ങനെ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇവിടെ സാധാരണ സ്കൂളിൽ തന്നെ കൊണ്ട് ചേർത്തു. എല്ലാവരുടെ കൂടെ കളിക്കാനൊന്നും പോകത്തില്ലായിരുന്നു. പിന്നെ പരീക്ഷ എഴുതുന്നതിന് 4ാം ക്ലാസ് വരെ അങ്ങനെ 5ാം ക്ലാസ് പോയതിന് വേറെ ആളിനെ വെച്ചിരുത്താം എഴുതിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അന്ന് പോലും ചികിത്സ അവർ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ആയുർവേദത്തിൽ ചെയ്തപ്പോൾ കുറവുണ്ട്, മാറ്റമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ചു എന്നുള്ളതാണ്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ കൂടെ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ സമൂഹത്തിലിപ്പോ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നിട്ടേ ഇല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്കൂളിൽ പോകുന്നതായാലും സ്കൂളിൽ നിന്ന് പഠിക്കുന്നതായാലും പരിപാടികളിൽ പങ്കെടുക്കുന്നതായാലും എല്ലാം മറ്റുള്ള കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് +2 കഴിഞ്ഞപ്പോ ഇഷ്ടമുള്ളൊരു വിഷയം തെരഞ്ഞെടുക്കാനും അത് എന്റെ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി പഠിക്കാനും സാധാരണ ഉള്ള കുട്ടികളുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കാനും ഒക്കെ ഉള്ളൊരു കോൺഫിഡൻസ് അതിൽ നിന്ന് എനിക്ക് കിട്ടി. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നത് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ചേച്ചി അനിയൻ അവരൊക്കെ വായിച്ചു തന്ന് കേട്ടാണ് ഞാൻ പഠിച്ചത്. കൂടുതലായിട്ട് എന്റെ അച്ഛനും അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോ ഒരു ദിവസം അമ്മയ്ക്കും അച്ഛനും എന്തെങ്കിലും അസൗകര്യം തോന്നി അവർക്ക് വായിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ അന്ന് എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇപ്പം ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഞാനിത് പറയുമ്പോൾ എന്റെ അച്ഛൻ എന്റെ കൂടെ ഇല്ല. 2 മാസം മുമ്പ് അച്ഛന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായി. അച്ഛൻ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി. അതുകൊണ്ട് അച്ഛന്റെ കുറവ് ഇപ്പൊ എനിക്ക് ശരിക്കും നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. She braved her way to own a place of her own in the world of sounds, fighting difficulties. Pramila was pursuing her master's degree in sociology when she came to Insight, which gave a new insight to her life. Insight is on a mission to shed light on the lives of people who were forced to seclude themselves to the dark corners of the society due to their physical differences. ഇൻസൈറ്റ് എനിക്കൊരു പുതിയ ലോകം തന്നെയായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കമ്പ്യൂട്ടറിലൂടെ നെറ്റ് സെർച്ച് ചെയ്യാനും വേർഡിൽ ടൈപ്പ് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അത് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്ക എന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോടുകൂടിയാണ്. ഈ ഓർക്ക എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള കാര്യങ്ങൾ നമുക്ക് കേൾപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. ഈ ഓർക്ക യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒരു കാര്യം അറിയണമെങ്കിൽ വേറൊരാളുടെ സഹായം, അതായത് വേറൊരാളെ കൊണ്ട് വായിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് ഓർക്ക തന്നെയാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോ ഈ ഓർക്കയിലൂടെ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മാത്രമേ അത് നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷെ മലയാളത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ശ്രമം നമ്മുടെ ഇൻസൈറ്റ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ മെയിൽ സെർച്ച് ചെയ്യാന്, ഡൗൺലോഡ് ചെയ്യാന്, അതുപോലെ ഡാറ്റ എൻട്രി പോലുള്ള കാര്യങ്ങൾ ചെയ്യാന്, DTP വർക്ക് ചെയ്യാന് അതൊക്കെ എനിക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ഇൻസൈറ്റില് ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. ഇതിലൂടെ എനിക്ക് ഒരു ചെറിയ വരുമാനം ഏൺ ചെയ്യാനും എന്റെ കുടുംബത്തെ ചെറിയ രീതിയിലെങ്കിലും സഹായിക്കാനും എനിക്ക് കഴിയുന്നുണ്ട്. വേറൊരു കാര്യം, എനിക്ക് ഇൻസൈറ്റ് വന്നതിന് ശേഷം എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ഗുണങ്ങളാണ് എന്നെ പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. Being differently able doesn't mean that you are supposed to leave behind the screen. Get ready to move on. There are people to guide on.